ഈവനിങ്ങിൽ ചൂട് ചായയുടെ ഒക്കെ കൂടെ അവലും നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കായവലിൻ്റെ റെസിപ്പി നോക്കാം. തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഫസ്റ്റ് നമുക്ക് ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പം പൊടി മണ്ണൊക്കെ ഉള്ള ശർക്കര എന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇതിപ്പോൾ നല്ല ശർക്കര ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നില്ല, ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യണേ. ശർക്കരയൊക്കെ ഇതുപോലെ ഒന്ന് മെൽറ്റായിട്ട് വന്നാൽ 2 നേന്ത്രപ്പഴം ഞാൻ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് കട്ടിക്കാണ്, വല്ലാണ്ട് തിന്നാക്കിയിട്ടില്ല. അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതൊന്ന് തിളച്ച് വന്നാൽ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കിനെ നേന്ത്രപ്പഴം ഒന്നങ്ങ് കുക്കായിട്ട് കിട്ടുക. ഇപ്പോൾ അത് നേന്ത്രപ്പഴമൊക്കെ നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, അടയാൻ പാടില്ല. ഇനി നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 1 കപ്പ് അവലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 കപ്പ് തേങ്ങ ചെരുവി എടുത്തിട്ടുള്ളതും ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നേന്ത്രപ്പഴം ഉടഞ്ഞു പോവാതെ ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ലാസ്റ്റായിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള കാഷ്യൂം അതുപോലെ ഉണക്ക മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയുള്ളൂ നമ്മുടെ ഈ ഒരു കായവലി. അപ്പോൾ ഇതുപോലെ റെസിപ്പികൾ